കേരളത്തിൽ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കേരള സ്റ്റോറി 2. കൃത്യമായി കേരളത്തിനെതിരെ വർഗീയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ചിത്രം എത്തുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ലവ് ജിഹാദാണ് പ്രമേയം. അപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗവും എത്തുന്നത്. അതിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ ടീസർ ഉൾപ്പെടെ പിൻവലിക്കണം. ഈ സിനിമ കാണാൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇനി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ പരിപാടി നടത്തിയിരുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ പ്രൊമോഷൻ പരിപാടി. ആ പരിപാടിയിൽ ലവ് ജിഹാദിന്റെ ഇരകളായ ഏതാണ്ട് 37ഓളം സ്ത്രീകളെ ആ പ്രൊമോഷൻ പരിപാടിയിൽ അണിനിരത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒരാൾ പോലും കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇത് കേരള സ്റ്റോറി ആകുമെന്ന് മാധ്യമപ്രവർത്തകർ സംവിധായകനോടും നിർമ്മാതാവിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് പറഞ്ഞത്, കേരളത്തിൽ നിന്ന് ആരംഭിച്ച ലവ് ജിഹാദാണ് രാജ്യവ്യാപകമായത്. അപ്പോൾ നിങ്ങൾ സത്യം അംഗീകരിക്കുന്നില്ല എന്ന മറുപടിയായിരുന്നു നൽകിയത്. മാധ്യമപ്രവർത്തകർ വിട്ടില്ല. വീണ്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിർമ്മാതാവായ വിപുൽ ഷാ പറഞ്ഞത്, കേരളത്തിലെ ഇരകളുടെ നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മറുപടിയായിരുന്നു. അതുമാത്രമല്ല, നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ലവ് ജിഹാദ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു വിപുൽ ഷായുടെ മറുപടി. ശരി, പിന്നീട് വീണ്ടും ചോദ്യങ്ങൾ വരുന്നു. ഇത് തെറ്റായ പ്രചാരണമാണ് കേരളത്തിനെതിരെ നടക്കുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഏറ്റവും ഒടുവിൽ രോഷാകുലരായ പരിപാടി അവസാനിപ്പിച്ച അണിയറ പ്രവർത്തകർ മടങ്ങുകയാണ് ചെയ്തത്. എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് നോക്കാം. പ്രൊമോസർ, സത്യത്തിൽ കേരള സ്റ്റോറി എന്ന ആ ഒരു വർഗീയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എത്തുന്ന ആ സിനിമ അത് തകർന്നടിഞ്ഞോ ഇതോടുകൂടി? അല്ലെങ്കിൽ അതിന് പിന്നിലെ യാഥാർത്ഥ്യം ഇന്നലത്തോടെ പുറത്തു വന്നു? ഇന്നലത്തെ സംഭവവും ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇത്തരത്തിലുള്ള വെറുപ്പിൻ്റെ ഒരു ക്യാമ്പയിന് എത്രത്തോളം വലിയ പ്രഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ, ഇന്നലെ ആ സംഭവം പിന്നെ പ്രസ് കോൺഫറൻസോ എന്താണ് വിളിക്കുക, ഒരു പ്രൊമോഷണൽ ഇവൻറ്റോ അങ്ങനെ വിളിക്കാം. അപ്പോൾ അവിടെ നടന്ന സംഗതികളിൽ ഈ ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് നമ്മുടെ ധനസുമോദാണ് കേട്ടോ. ധനസുമോദ് കാര്യമായി അതിനെ പിന്തുടർന്ന് ചോദ്യങ്ങൾ ചോദിച്ചതോടെ അവർ പ്രകോപിതരായി അവരിറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. എനിവേ, ഇന്നിപ്പോൾ ഹൈക്കോടതി എടുത്ത നിലപാട് നമുക്ക് ആദ്യം നോക്കണം. അതിനകത്ത് പറയുന്നത് ഫിക്ഷനാണോ റിയലാണോ, ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുള്ളൊരു കേസാണിത്. അപ്പോൾ കോടതി പറയുന്നുണ്ട് ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ശരിക്കും നടന്നിരിക്കണം. അത് എവിടെ നടന്നു? കേരളത്തിൽ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലല്ല, കേരളത്തിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റിടങ്ങളിൽ നടന്നതാണ് എന്ന നിലയിലാണ് ഇവരുടെ റിപ്ലൈ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെയാണ് കേരള സ്റ്റോറി എന്ന് പറയുക? അപ്പോൾ ഈ ഒരു ചോദ്യത്തിലാണ്, ഒരു സംഗതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമല്ലാതിരിക്കെ കേരളത്തിൽ ഇങ്ങനെ നടന്നതായിട്ട് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുകൂടി ചേർത്തുകൊണ്ട് ഇതിനെ അവതരിപ്പിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അപമാനകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കോടതിയുടെയും ഒരു പക്ഷം. ഇന്നുണ്ടായ കമൻറ്റുകളുടെ ഒരു പൊതു സ്വഭാവം അതാണ്. പക്ഷേ കോടതി സിനിമ കാണാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തൽക്കാലത്തേക്ക് പിന്നെ കോടതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ. കേന്ദ്രത്തിന് നോട്ടീസ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻസർ ബോർഡിന് നോട്ടീസ് പോയിട്ടുണ്ട്, നിർമ്മാതാക്കൾക്ക്. പിന്നെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതേ കോടതിയാണ് നമുക്കറിയാം ഹാൽ എന്ന സിനിമയിൽ ബീഫ് എന്ന് പറയുന്ന ബീഫിൻ്റെ പരാമർശം വന്നതിനെതിരെ പിന്നെ നിലപാടെടുക്കുകയും അവസാനം അത് ഫൈനലി അത് ബീഫ് എന്നുള്ളതല്ല പ്രശ്നം, വേറെ ചില കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് അന്തിമമായി അതിൻ്റെ വിധി തന്നെ നമുക്ക് പലതരത്തിലുള്ള ആഖ്യാനങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഇവിടെ നൽകുന്ന രീതിയിലായി മാറുകയും ചെയ്തു. എനിവേ, ഇക്കാര്യത്തിൽ കോടതി എടുത്തിരിക്കുന്ന നിലപാട് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പരിശോധിക്കാതെ ഒരു സമൂഹത്തെയും ഒരു വിഭാഗത്തെയും ഒരു സമുദായത്തെയും ഈ നിലയിൽ പിന്നെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു സംഗതി നമ്മളുടെ ഫിക്ഷൻ്റെ പേരിലായാലും കലാപ്രവർത്തനത്തിൻ്റെ പേരിലായാലും അനുവദിക്കാവുന്നതല്ല. അതിന് ചട്ടങ്ങളുണ്ട്, കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ, ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേന്ദ്രം പറയുന്നതല്ല, എത്രയോ കാലമായി നിലനിൽക്കുന്ന പിന്നെ ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയൂ. മറ്റൊന്ന് കാണേണ്ടത് ഇന്നലെ ഉണ്ടായ സംഭവത്തിലും ഇത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ അവർക്ക് കഴിഞ്ഞതേയില്ല.
ഈ 37 പേരെ സ്ത്രീകളെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഇവർ നടത്തിയ ഷോ എന്ന് പറയുന്നത് ഒരാൾ പോലും മലയാളി അല്ല എന്നത് പോട്ടെ, അവരിൽ ആരെങ്കിലും ഇതിൻ്റെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ വിക്ടിമാണോ എന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പകരം ശരിക്കുള്ള സ്റ്റോറി, കേരള സ്റ്റോറീസ് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കാണണം എന്നാണ് പറയുന്നത്. യൂട്യൂബിലുള്ളതാണെങ്കിൽ പിന്നെ അത് വേറെ കാര്യം, അത് നമ്മൾ നോക്കിയോളാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വിശദീകരിക്കേണ്ടത് ഏത് യഥാർത്ഥ കഥയെ മുൻനിർത്തിയാണ്, സംഭവത്തെ മുൻനിർത്തിയാണ് ഇവർ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സംഭവം ഏതാണ് അത് അവർ പറയണമല്ലോ. അത് പറയാതെയാണ് അത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ള നിലയിൽ അവർ പറയുന്നത്. ഇതിൽ കാണേണ്ടത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും നല്ല ഏതെങ്കിലും കാലത്ത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങി മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് വികസിച്ചതായിട്ടോ പ്രചരിച്ചതായിട്ടോ കാണാൻ പറ്റുന്ന ഒരു സംഗതി അതിപ്പോഴും നിലനിൽക്കുന്നത്. അത് സാമൂഹ്യ നമ്മുടെ പബ്ലിക് മെമ്മറിയിൽ എപ്പോഴും നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സംഗതിയാണ് ഈ നടന്നിരിക്കുന്നതെന്ന് നമ്മൾ കാണണം. കേവലം ഒരു ബീഫ് തീറ്റിക്കുന്ന സംഗതി മാത്രമല്ല ഈ സിനിമ. ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കുന്ന ആ ഷോട്ട് ടീസറിൽ വന്നതുകൊണ്ട് നമ്മളെല്ലാം ഉടനെ അതിലാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു വിഷപ്രചാരണം നടക്കുന്ന സിനിമയാണിത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കേരള സ്റ്റോറി ആദ്യ ഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതുമാണ്. അപ്പോൾ ഇവിടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതിയുടെ അടിസ്ഥാനം എന്താണ്? യഥാർത്ഥത്തിൽ അതിന് ഏതെങ്കിലും ഒരു വസ്തുതയുമായിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് അപ്രൂവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അത് ശരിയാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇവർക്ക് കാണിക്കാനുണ്ടോ? ആർക്കെങ്കിലും കാണിക്കാനുണ്ടോ? ഒന്നാമതായിട്ട് 2009 കാലഘട്ടത്തിൽ കേരള പോലീസ് തന്നെ അന്വേഷിച്ചതാണ്. കേരള പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെയൊരു സംഗതി ഇല്ല എന്നാണ്. 2018 ആകുമ്പോഴേക്കും NIA അന്വേഷിക്കുന്നുണ്ട്. NIA അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടും ഇത് തന്നെയാണ്. 2020 പാർലമെൻറ്റിൽ ആഭ്യന്തര മന്ത്രാലയം പാർലമെൻറ്റിൽ നൽകിയ മറുപടി തെളിയിക്കപ്പെട്ട ഒരു കേസും ആ നിലയ്ക്കില്ല എന്നുള്ളതാണ്. അത് ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലെ പെൺകുട്ടിയെയോ ഒരു മുസ്ലിം യുവാവിനെ പ്രേമിച്ച് വിവാഹം കഴിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ഫിക്ഷൻ ഇതെല്ലാം തന്നെ ഫിക്ഷനാണ് എന്ന് കാണാനേ പറ്റൂ. അല്ലാതെ റിയാലിറ്റിയെ ഫിക്ഷനാക്കിയതല്ല, ഫിക്ഷൻ തന്നെ റിയാലിറ്റി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നേ പറയാൻ പറ്റൂ. മാത്രമല്ല കോടതികളിൽ ഈ കേസ് വന്ന സമയത്ത് മുഴുവനും എന്താണ് സംഭവിച്ചത്? ഹൈക്കോടതിയിൽ ഒരു തവണ മാത്രം ജസ്റ്റിസ് KT ശങ്കറിൻ്റെ ബെഞ്ച് ഒരു സംശയം ഉന്നയിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള കേസുകളിലെല്ലാം ഇൻഡിവിജ്വൽ കേസുകളിൽ മുഴുവൻ ഇത് അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. ഹാദിയ കേസ് നമുക്ക് വളരെ പരിചയമുള്ള കേസാണ്. അതിലെല്ലാം ഹൈക്കോടതി ആ നിലപാടാണ് എടുത്തത്. സുപ്രീം കോടതി എന്നിട്ട് ഹാദിയ കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയുടെ തീരുമാനം എന്തായിരുന്നു? അത് അവരുടെ ഇഷ്ടപ്രകാരം നടക്കേണ്ടതാണ്, അവരെ അതിനനുസരിച്ച് വിടുകയാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു. അപ്പോൾ എവിടെയും ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ പ്ലാറ്റ്ഫോമിലോ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിലോ പാർലമെൻറ്റ് പ്ലാറ്റ്ഫോമിലോ എവിടെയാണെങ്കിലും ഒരു തരി ഡോക്യുമെൻ്റൽ എവിഡൻസ് ലവ് ജിഹാദ് എന്ന പേരിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പരത്തുകയും അതിങ്ങനെ ആ പ്രതീതി നിലനിർത്തുകയും ചെയ്യേണ്ടത് സംഘപരിവാറിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ സിനിമ. ഈ ഒന്നാമത്തെ സിനിമ അവരുടെ തന്നെ സർക്കാർ അവർക്ക് അവാർഡുകളൊക്കെ കൊടുത്തു എന്ന് നമുക്കറിയാം. ഈ രണ്ടാമത്തെ സിനിമ അവരുടെ തന്നെ അവരുടെ അനുഗ്രഹാശിസ്സുകളോടെ നിർമ്മിക്കപ്പെടുന്ന സിനിമയാണ്. ഇത് വീണ്ടും എന്താ പറയുക, അതേ വിദ്വേഷ പ്രചാരണം മറ്റൊരു രീതിയിൽ കൂടി തുടരുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളറകളിൽ അത് ശൂന്യമാണ്. അത് എല്ലാ കഥകളുടെ ഒരു മെനഞ്ഞെടുക്കലാണ് എന്നത് ഏകദേശമൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അജംസി, സിനിമയുടെ മറവിൽ ഏതൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വർഗീയ പ്രചാരണമാണ് കേരളത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ സിനിമയുടെ മറവിലല്ല അത് ഉണ്ടാവുന്നത്. ഈ പ്രചാരണങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ കേരള സ്റ്റോറി 2 വന്നതുകൊണ്ട് ആളുകൾക്ക് ലവ് ജിഹാദ് ഉണ്ടെന്ന് വിശ്വസിക്കും എന്ന് നമ്മൾ കരുതാൻ പാടില്ല. അതല്ലാത്ത പ്രചാരണങ്ങളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവരെ വെബ്സൈറ്റുകൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ചിരുന്ന നുണ, ആ നുണയ്ക്ക് നല്ല ട്രാക്ഷൻ കിട്ടുന്നു. അതെന്തുകൊണ്ട് ആ ഒരു ആശയം കൊണ്ടുവന്നോ അതുകൊണ്ട് ഉണ്ടാവേണ്ട എല്ലാ ഡാമേജും സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് കേരളം കടന്ന് മറ്റെല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നു. ഇതിപ്പോൾ സിനിമ പിടിച്ച് സിനിമയും ഹിറ്റാവുന്നു. 3-4 കോടി രൂപ അതിൽ കൂടുതലൊന്നും മുടക്കണ്ടാവില്ല ഫസ്റ്റ് കേരള സ്റ്റോറിക്ക്.
ഒരു 3 കോടി 4 കോടി കാരണം അത്ര അമച്ചുറിഷ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ആ സിനിമ 300 കോടി കളക്ട് ചെയ്ത്. അപ്പോൾ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാൽ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം, കാശും ഉണ്ടാക്കാമെങ്കിൽ പിന്നെ ഉണ്ടായിക്കൂടെ നാളുകൾ ചിന്തിക്കില്ലേ? ഇപ്പോൾ കേരള സ്റ്റോറി 1-ന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് 2-ന്റെ പ്രൊഡ്യൂസർ, സംവിധായകനെ മാറുന്നുള്ളൂ. അയാൾ നോക്കുമ്പോൾ സംഭവം കൊള്ളാം, 2-3 കോടി കൊടുക്കും. ഇതുവരെ ഒരു സിനിമ പോലും എടുക്കാത്ത ആളാണ് ഈ കാമാഖ്യ നാരായണൻ. അയാൾ എന്തോ ഡോക്യുമെൻ്ററിക്ക് എടുത്ത് ഒരു ഡോക്യുമെൻ്ററിക്ക് നാഷണൽ അവാർഡ് കിട്ടി. അയാളെ പിടിച്ച് അയാൾക്ക് ഒരു 2-3 ലക്ഷം കൊടുത്ത് ആ ഒരു സിനിമ ഇറക്കി 10-13 ലക്ഷം ഉണ്ടായിക്കൂടെ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എന്താണ് ലാഭകരമായ വ്യവസായമായി വെറുപ്പുൽപാദനം മാറിയിരിക്കുന്നു. അത്രയേ ഉള്ളതിന്. ഇപ്പോൾ ലവ് ജിഹാദ് എന്തിനാണ് നമ്മളിവിടെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ലവ് ജിഹാദിൻ്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ചും തൃശ്ശൂരിന് തെക്കോട്ടുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിലെ മുസ്ലിങ്ങളെയും ഈഴവരെയും തമ്മിൽ അകറ്റുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഒരു പ്രൈമറി ടാർഗറ്റ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സെക്യുലറിസം എന്ന് പറയുന്നത് പ്രധാനമായും നിലനിൽക്കുന്നത് ഈ മുസ്ലിം ഈഴവ വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് പുറത്താണ്. ആ സൗഹാർദ്ദത്തെയാണ് നമ്മൾ പുറത്തു നോക്കുമ്പോൾ കേരള സെക്യുലറിസം നമ്മൾ കാണുന്നത്, സാമുദായിക സൗഹാർദ്ദം എന്ന് കാണുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഇഴയടുപ്പം അവർ പേരിടുന്നതിൽ പോലും ഉണ്ട്. ഇപ്പോൾ ഷിബു, സാജു, ഷിജു, ഷൈജു, ഇത് 2 കമ്മ്യൂണിറ്റിയിലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ട് ഇതേ പേരുള്ള വ്യത്യസ്ത കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ. ഇപ്പോൾ CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പേരെന്താ? ആർ നാസർ. അയാൾ ഈഴവ സമുദായമാണ്. അപ്പോൾ ഈ ഇഴയടുപ്പം തകർക്കുക എന്നുള്ളതായിരുന്നു ഇത് കൊണ്ടുവന്ന RSSൻ്റെ പ്രധാനപ്പെട്ട പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് വളരെ വിജയകരമായി സാധിച്ചിരിക്കുന്നു. 2007 തുടങ്ങി 2016 ആകുമ്പോൾ ആ വിടവിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, BDJS. അതുകൊണ്ട് NDAയിൽ ചേർത്തു. അത് വളരെ സക്സസ്ഫുള്ളാണ്. വെറും 8 വർഷം കൊണ്ടാണ് ഇത് മാറ്റം. ഇങ്ങനെയുള്ള സാമൂഹിക മാറ്റം ഇത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. അതിന് ചാലകശക്തിയാവുന്ന സോഷ്യൽ മീഡിയയാണ്. അത് സോഷ്യൽ മീഡിയ വരാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കത്തുമെന്നൊക്കെ നന്നായി പ്ലാൻ ചെയ്ത് നിരവധി തവണ RSSനകത്ത് തന്നെ ഡിബേറ്റ് നടന്നുണ്ട്, ഇത് വേണോ വേണ്ടയോ. കാരണം RSSലെ മുതിർന്ന നേതാക്കൾ, കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഇതിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സ് ആയിട്ടുള്ള ആളോട് ചോദിച്ചു, ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ, ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിടവുണ്ടാക്കിയ പോലെ, ഇല്ലാത്ത കാര്യം പറഞ്ഞത് എന്തിനാണ്? അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സ് പറഞ്ഞത് ഇത് നല്ല ടൂളാണ്, ഇതാണ് ഏറ്റവും നല്ല ടൂൾ. അതിൻ്റെ കാരണം വെച്ചാൽ ഈ 2 കമ്മ്യൂണിറ്റിയിലും പരസ്പരം ആളുകൾ പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് ചെയ്ത ഒരു കാര്യമാണിത്. എന്നിട്ട് കേരളത്തിൽ ഇത് നിന്നോ? കേരളത്തിലല്ല, കർണാടകയിൽ ഇതിന് അലയൊലികളുണ്ടായി. ഇത് ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ ഇതിൻ്റെ പുറത്ത് നിയമങ്ങളുണ്ടായി, ലവ് ജിഹാദ് ലോസ് ഉണ്ടായി, ലവ് ജിഹാദ് നിയമങ്ങൾ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക, സുപ്രീം കോടതി, പാർലമെൻറ്റ് ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ടും ഒരു ഇല്ലാ കഥയുടെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാവുന്നു, ഇല്ലാ കഥയുടെ പേരിൽ നിയമങ്ങൾ ഉണ്ടാവുന്നു. ഇല്ലാ കഥ കുറേ കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ജനറേഷനെ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വരുവാണെന്നിരിക്കട്ടെ, ഇത് പബ്ലിക് മെമ്മറി എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഒരു നമ്മുടെ മക്കളുടെ മക്കളാരെങ്കിലും ഇൻ്റർനെറ്റിൽ കയറിയിട്ട് ലവ് ജിഹാദ് എന്ന് സെർച്ച് ചെയ്താൽ കുറേ അധികം ഇൻഫർമേഷൻ വരും, സിനിമകൾ വരും, സീരിയലുകൾ വരും, ഡോക്യുമെൻ്ററികൾ വരും, ഇരകളുടെ ഇന്നും അതുപോലെ വിക്ടിംസിൻ്റെ ടെസ്റ്റിമണി വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരത് വിശ്വസിക്കും. അത് ഡോക്യുമെൻ്റഡായി, ആർക്കൈവ്ഡായി ഇത്തരം കാര്യങ്ങളുണ്ടെന്ന് വരും. ഇല്ല എന്നുള്ള വാദങ്ങൾ കുറേ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ മൂടിപ്പോവും. ഇതിങ്ങനെ ഫ്ലഡഡായിട്ട് അത് മൂടിപ്പോവുകയും അതൊരു സത്യമായ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ശരിയാണെന്ന് വരും. എന്നിട്ട് അന്നത്തെ കുട്ടികൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കും, 1 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരാചാരം നിലനിന്നിരുന്നു എന്ന് പഠിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയാണ് പബ്ലിക് മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ അധികം ആളുകൾ ഇതുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. 35 ലക്ഷം വോട്ട് ഏതാണ്ട് ശരാശരി കേരളത്തിൽ BJP കിട്ടുന്നുണ്ട്. ആ 35 ലക്ഷം പേരിൽ കുറഞ്ഞത് 25 ലക്ഷം പേരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടാവും, ഇത് സംഭവം ഉള്ളതായിരിക്കും. ഈ വാട്സാപ്പ് കുടുംബ ഗ്രൂപ്പുകളിൽ ഉറപ്പായിട്ടും. അപ്പോൾ എന്താണോ അവർ പ്ലാൻ ചെയ്തത് നടപ്പായി. പക്ഷേ ഇതിന് ആധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് VS അച്യുതാനന്ദൻ്റെ വാർത്താ സമ്മേളനമാണ്. അപ്പോൾ നോക്കുക, ഇന്നലെ തന്നെ പ്രസ് മീറ്റിൽ പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി അസംബ്ലി പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്നത്. അസംബ്ലിയിലല്ല അദ്ദേഹം പറഞ്ഞത്, ഡൽഹിയിലാണ്. അവിടെ പോലും നുണ പറയാണ്. അസംബ്ലി ഫ്ലോറിൽ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നാണ് ധനസുമോദിനോട് ഈ വിപുൽ അമൃത്ലാൽ ഷാ ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, നമുക്കറിയാം കേരളത്തിൽ ഇത്രയും ഐതിഹാസികമായ രാഷ്ട്രീയ ജീവിതമുള്ള ഒരു മനുഷ്യൻ വേറൊരു രാഷ്ട്രീയ നേതാവില്ല. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ഒരു കാര്യമെന്ന് പറയുകയാണ്, ആ കാര്യത്തെപ്പറ്റി അദ്ദേഹം നിരന്തരം ചോദിച്ച് മനനം ചെയ്ത് അദ്ദേഹത്തിന് ബോധ്യം വന്നാലേ അദ്ദേഹത്തെ വിളിച്ചു പറയും. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ആ വിഷയം ഏറ്റെടുക്കുകയും അതിൻ്റെ അവസാനം വരെ പോവുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഏത് വിഷയവുമാട്ടെ, ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ച്, അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ 80 വയസ്സിന് അധികം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ച് ആധാർ കാർഡ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല ഒരു പക്ഷേ. പക്ഷേ അത്രയും ടെക്നോളജിക്കലായിട്ടുള്ളൊരു കാര്യം പോലും അദ്ദേഹം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തി, ആധാറിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ പൊളിറ്റിക്കലായി സംസാരിച്ച ആളാണ് VS അച്യുതാനന്ദൻ. അതെങ്ങനെ സംഭവിച്ചതിൽ ആധാറിൻ്റെ പുറകെയുള്ള ആക്ടിവിസ്റ്റുകൾ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ബോധ്യം വരികയും അദ്ദേഹം അതിൻ്റെ അവസാനം വരെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു.
ലവ് ജിഹാദ് വിഷയത്തിൽ വി എസ് അച്യുതാനന്ദൻ ആ വാർത്താ സമ്മേളനം നടത്തിയതല്ലാതെ അത് ഫോളോ അപ്പ് ചെയ്തായിട്ട് കാണാൻ പറ്റുമോ? അതേക്കുറിച്ച് പിന്നെ ഒരിക്കൽ പോലും അദ്ദേഹം അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അത് തെറ്റാണെങ്കിൽ പോലും തെറ്റാണെന്ന് പോലും അദ്ദേഹം തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വാർത്താ സമ്മേളനം വളരെ വളരെ ദുരൂഹമാണ്. അത് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത റിപ്പോർട്ട് ആരെഴുതി കൊടുത്തു, അത് അദ്ദേഹം എന്തിനു പറഞ്ഞു എന്ന് നമുക്കിപ്പോഴും ദുരൂഹമാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും ഇതേക്കുറിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് അവർ പറയുക. അന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷകരമുള്ള ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വി എസിനെ പോലൊരാൾ ഇത്രയും ദുരൂഹമായൊരു കാര്യം ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ പോയി, കേരളത്തിലല്ല, ശ്രദ്ധിക്കണം, എന്തിനാണ് ഡൽഹിയിൽ പോയതെന്ന് കൂടി ശ്രദ്ധിക്കണം. പിന്നെ അതിനെ ഡിഫെൻഡ്, ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ പറയാം അദ്ദേഹം ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്കെതിരെയല്ലോ പറഞ്ഞത്, പോപ്പുലർ ഫ്രണ്ടിനെതിരെയല്ലേ. ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആരോപിക്കാൻ ഏറ്റവും നല്ലത് ഇസ്ലാമോഫോബിയുടെ പശ്ചാത്തലത്തിൽ ബാഡ് മുസ്ലിമിന് വേണ്ടിയിലാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മുസ്ലിമിനെ രണ്ടായി തിരിക്കുക, ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം. എന്നിട്ട് നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പറയാനുള്ളത് മുഴുവൻ ഈ ബാഡ് മുസ്ലിമിനെതിരെ പറയുക, ആളുകൾ വിശ്വസിച്ചോളൂ. ഇതേ തന്ത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇപ്പോഴും. ഞാൻ പറയുന്നത് അടുത്ത തലമുറ ഇത് സെർച്ച് ചെയ്യുമ്പോൾ അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പോലും അതിനെക്കുറിച്ച് പറഞ്ഞു എന്നായിരിക്കും പഠിക്കുക. ചിലപ്പോൾ പാഠപുസ്തകങ്ങളിൽ പോലും അത് പഠിക്കുക, അങ്ങനെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പബ്ലിക് മെമ്മറി ഇത് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കൾച്ചറിനെ മാറ്റുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിറ്റികളിൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിനുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് ലവ് ജിഹാദ്. ചില്ലറ കാര്യമല്ല. എങ്ങനെ ഒരു പണിയും എടുക്കുക, ഒരു പണിയല്ല, നല്ല പണിയെടുക്കണം, വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ അകറ്റുക, സമൂഹത്തിൽ കാലുഷ്യമുണ്ടാക്കുക, അതിൻ്റെ പേരിൽ എന്താണ് പറയുക, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുക, അതുവഴി സിനിമ എടുക്കുക, ലാഭമുണ്ടാക്കുക, രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുക, വോട്ട് നേടുക, സിനിമ എടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച, ലോകത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമായിരിക്കും ലവ് ജിഹാദ്. അത് ചില്ലറ കളിയല്ല. നമ്മൾ അപഹസിച്ച് അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എന്താണ് കളിയാക്കി വിടേണ്ട ഒരു കാര്യമല്ല. ഇത് ശരിക്കും സോഷ്യൽ സ്റ്റഡി നടത്തേണ്ട ഒരു ഫിനോമിനനാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, എന്തായാലും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുണ്ട്. സിനിമ കാണാൻ ഒരുങ്ങുകയാണ് ഹൈക്കോടതി. മാത്രമല്ല സുപ്രീം കോടതിയിലും ഹർജി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിയമ പോരാട്ടം തുടരുകയാണ്. പക്ഷേ സിനിമയുടെ പേര് മാറ്റിയോ അല്ലാതെയൊക്കെ കേരള സ്റ്റോറി പുറത്തിറങ്ങും എന്നത് ഉറപ്പാണ്. പക്ഷേ അതിന് പിന്നിലെ ആ വർഗീയ അജണ്ട, തെറ്റായ പ്രചാരണം നടത്തുന്നത് ജനം തിരിച്ചറിയും എന്ന് മാത്രമേ പറയാനുള്ളൂ.